വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വലിയ വീരവാദങ്ങളും വെല്ലുവിളികളും മുഴക്കിയവർ ഒടുവിൽ നിയമത്തിന് മുന്നിൽ സ്വയം തലകുനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്ക് എന്ന് പറഞ്ഞ് പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ മണിക്കൂറുകൾക്കകം സ്വന്തം കുറ്റസമ്മത ഓഡിയോ പുറത്തു വന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഗ്രൂപ്പുകളിൽ വരുന്ന പല മെസ്സേജുകളും ചിത്രങ്ങളും ഷെയർ ചെയ്യുന്നത് പോലെ ഇതും ഷെയർ ചെയ്തു, എനിക്ക് പറ്റിപ്പോയി എന്ന് ജിതിൻ തന്നെ സ്വന്തം ശബ്ദത്തിൽ സമ്മതിക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. താൻ വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന കാര്യം അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ജിതിൻ തന്നെ ഈ ശബ്ദരേഖയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് വടകരയെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉണ്ടാക്കിയ ആ മാരകമായ വ്യാജ പോസ്റ്റർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഇടത് സൈബർ നേതാവിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ വന്ന് ഞാൻ 200 പേർക്ക് ഈ മെസ്സേജ് അയച്ചെന്ന് തെളിയിച്ചാൽ കുറ്റമേൽക്കാമെന്നൊക്കെ വലിയ മാസ് ഡയലോഗ് അടിച്ച ആളാണ് ഇപ്പോൾ സ്വന്തം വാട്സാപ്പ് കൂട്ടായ്മയിൽ വന്ന് എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നത്. ആദ്യം വലിയ അഹങ്കാരത്തോടെ പോലീസിനെ വെല്ലുവിളിക്കുക, എന്നാൽ തെളിവുകൾ പുറത്തു വരുമെന്ന് ഉറപ്പായതോടെ പോലീസിന് മുന്നിൽ സ്വയം തലകുനിക്കുക. ഇതാണ് വടകരയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന നാടകം. ഇത് കേവലം ഒരു പറ്റിപ്പോകലല്ല എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് നന്നായി അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നാടിനെ വർഗീയമായി വിഭജിക്കാൻ ബോധപൂർവം നടത്തിയ വലിയൊരു സൈബർ കൊട്ടേഷന്റെ ഭാഗമായിരുന്നു ഈ പ്രചാരണം. അത്രയും സൈബർ ഇടങ്ങളിൽ ഇരുന്ന് എന്തും പ്രചരിപ്പിക്കാമെന്നും പാർട്ടിയുടെ തണലിൽ രക്ഷപ്പെടാമെന്നും കരുതിയവർക്ക് നിയമത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു. സ്വന്തം നേതാവ് തന്നെ കുറ്റസമ്മത ഓഡിയോയുമായി രംഗത്തെത്തിയ ഈ സാഹചര്യത്തിൽ ഇനി CPM നേതൃത്വം ഇതിന് എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത്? വടകരയിലെ ജനങ്ങളെ പറ്റിച്ച ഈ വ്യാജ നിർമ്മിതിയുടെ പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ഇനിയെങ്കിലും പുറത്തു വരുമോ എന്ന് നമ്മൾക്ക് കണ്ടറിയാം.